ഇറാനുമായി യുദ്ധം നടത്താൻ പുറപ്പെട്ടിറങ്ങിയ അമേരിക്ക ഇപ്പോൾ കടക്കണിയിലാണ്. അവർക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാനെതിരെ ട്രംപിന്റെ ആക്രമണം ദുരന്തം മാത്രമാണ് സമ്മാനിച്ചത് എന്നതാണ് ഇപ്പോൾ മുൻ US നിയമജ്ഞൻ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ഇദ്ദേഹമാകട്ടെ അദ്ദേഹത്തിൻ്റെതായ നിരീക്ഷണങ്ങൾ ഇവിടെ പങ്കുവച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകനായ ജഡ്ജി കൂടിയായ ആൻഡ്രൂ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ ഇടപെടലുകൾ ഇറാനെ കൂടുതൽ ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇവിടെ ഉയർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് തന്ത്രപരമായ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ ആദ്യന്തം പണപ്പെരുപ്പം വർദ്ധിക്കുകയും യൂറോപ്യൻ സഖ്യകക്ഷികളെ അകറ്റുകയുമാണ് ഇതിലൂടെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് ഇറാനെ ശക്തമായ ഒരു പട്ടികയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ട്രംപിന്റെ അന്താരാഷ്ട്ര ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും ഇന്ധനത്തിന്റെയും അതുപോലെ ഭക്ഷണത്തിന്റെയും വില കുത്തനെ തന്നെ കൂടിയെന്നും ഇവിടെ അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിനും നിരപരാധികളായ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനും മാത്രമേ സഹായിച്ചിട്ടുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ സൈനിക നീക്കങ്ങളെ നേരിടുന്നതിൽ അമേരിക്കൻ തന്ത്രങ്ങൾ പരാജയപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണെങ്കിൽ പോലും അത് അവസാനിപ്പിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തന്നെ അസാധ്യമായി തന്നെ മാറിയിരിക്കുന്നുവെന്നും ട്രംപിന്റെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹമാകട്ടെ ഒരു പ്രത്യേക അഭിമുഖത്തിന് നൽകിയ വേളയിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം പുറത്തു വന്നിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പോലും വിശകലനം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഈ വിശകലനത്തോട് തന്നെ സാമ്യമായി തന്നെ നിൽക്കുന്ന നിലയിലേക്കാണ്. അതായത് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ വലിയ രീതിയിൽ US അവിടുത്തെ യുദ്ധോപകരണങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലുള്ള US-ന്റെ 228 സൈനിക സൗകര്യങ്ങളോ അതുപോലെ തന്നെ ഉപകരണങ്ങളോ ഇറാൻ ആക്രമണങ്ങളിൽ തകർത്തു എന്ന് ഈ ഒരു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പല രീതിയിലും അവരുടെ യുദ്ധവിമാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയടക്കമുള്ളവ ഇവിടെ ഇറാൻ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതിലും വലുതാണ് യുദ്ധത്തിൽ US-നുണ്ടായ നാശനഷ്ടമെന്നും ഈ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ തന്നെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടുന്നതിന് US നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇറാൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളെ യൂറോപ്യൻ യൂണിയന്റെ ഉപഗ്രഹ സംവിധാനമായ കോപ്പർനിക്കസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളുമായി തന്നെ താരതമ്യം ചെയ്ത അധികാരികളാകട്ടെ ഇത് ഉറപ്പുവരുത്തിയതിനു ശേഷം നടത്തിയ വിശകലനമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം മേഖലയിലെ 15 സൈനിക താവളങ്ങളിലായി തന്നെ 215 കെട്ടിടങ്ങൾക്കും 11 യുദ്ധ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ആക്രമണങ്ങൾ കൃത്യതയുള്ളതിനായിരുന്നു അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലുള്ളതാണ് എന്നതാണ് ഈ ഒരു ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.